ഫെബ്രുവരി 11 അറബ് വസന്തകാലത്ത് നടന്ന ബഹുജന പ്രകടനങ്ങളെയും പ്രതിഷേധങ്ങളെയും തുടർന്ന് 2011 ഫെബ്രുവരി 11 ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഹുസ്നി മുബാറക് ഏകദേശം 30 വർഷത്തിന് ശേഷം രാജിവെച്ചു. 2020 ഫെബ്രുവരി 11 ലോകാരോഗ്യ സംഘടന ഔദ്യോഗികമായി കൊറോണ വൈറസിനെ COVID-19 എന്ന് നാമകരണം ചെയ്തത്. ഇന്ത്യയുടെ 5ാമത്തെ രാഷ്ട്രപതിയായ ഫഖ്റുദ്ദീൻ അലി അഹമ്മദ് മരണമടഞ്ഞത് 1977 ഫെബ്രുവരി 11 രാഷ്ട്രപതിയായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യയുടെ മതേതര ഭരണഘടനാ സംവിധാനത്തിന്റെ വ്യക്തമായ തെളിവാണ്. ഫെബ്രുവരി 12 1502 ഫെബ്രുവരി 12 പോർച്ചുഗീസ് പര്യവേക്ഷകനായ വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്കുള്ള തന്റെ 2ാമത്തെ യാത്രയ്ക്കായി കപ്പൽ കയറിയത്. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും ജനപ്രിയയുള്ള പ്രസിഡന്റുമാരിൽ ഒരാളായ എബ്രഹാം ലിങ്കന്റെ ജന്മദിനമാണ് ഫെബ്രുവരി 12. ഈ ദിവസം അമേരിക്കയിൽ ലിങ്കൻ ഡേ ആയി അറിയപ്പെടുന്നു. ഇന്ത്യയിൽ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി വർഷം തോറും ഫെബ്രുവരി 12 ദേശീയ ഉൽപാദന ദിനമായി ആചരിക്കുന്നു. നാഷണൽ പ്രൊഡക്ടിവിറ്റി കൗൺസിലാണ് ഇത് ആഘോഷിക്കുന്നത്. ഫെബ്രുവരി 13 ഇന്ത്യൻ കവയിത്രിയും സ്വാതന്ത്ര്യ സമര സേനാനിയും വർണ്ണാഭമായ കവിതയ്ക്കും ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിനും സ്ത്രീകളുടെ അവകാശങ്ങൾക്കും മികച്ച സംഭാവനകൾ നൽകിയ ലോക പ്രശസ്ത സാഹിത്യകാരിയായ സരോജിനി നായിഡു ജനിച്ചത് 1879 ഫെബ്രുവരി 13 അവരോടുള്ള ആദരസൂചകമായി ഇന്ത്യയിൽ ഇന്ന് ദേശീയ വനിതാ ദിനമായി ആചരിക്കുന്നു. രാജ്യദ്രോഹം, വ്യഭിചാരം എന്നീ കുറ്റങ്ങൾ ചുമത്തി ഇംഗ്ലണ്ടിലെ ഹെൻറി 8ാമന്റെ ഭാര്യയായ കാതറിൻ രാജ്ഞിക്ക് വധശിക്ഷ വിധിച്ചത് 1542 ഫെബ്രുവരി 13 ഫെബ്രുവരി 14 എല്ലാ വർഷവും ഫെബ്രുവരി 14 ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ വാലന്റൈൻ ദിനം ആഘോഷിക്കുന്നത്. പരസ്പരം സ്നേഹിക്കുന്നവരുടെ ദിനമാണ് വാലന്റൈൻ ദിനം. ലോകമെമ്പാടുമുള്ള ആളുകൾ തങ്ങൾ സ്നേഹിക്കുന്നവർക്ക് ഈ ദിനത്തിൽ സമ്മാനങ്ങൾ കൈമാറുകയും ഇഷ്ടം അറിയിക്കുകയും ചെയ്യുന്നു. 1989 ഫെബ്രുവരി 14 ഭോപ്പാൽ വാതക ദുരന്തത്തിന് ഉത്തരവാദിയായ യൂണിയൻ കാർബൈഡ് $470 മില്യൺ ഇന്ത്യൻ സർക്കാരിന് നഷ്ടപരിഹാരം നൽകി. 1556 ഫെബ്രുവരി 14 അക്ബർ ചക്രവർത്തി മുഗൾ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായത്. ഫെബ്രുവരി 15 ദിവസം ഗൂഗിൾ ഉടമസ്ഥതയിലുള്ള ഇന്റർനെറ്റ് വീഡിയോ ഷെയറിംഗ് വെബ്സൈറ്റായ യൂട്യൂബ് പ്രവർത്തനം ആരംഭിച്ചത് 2005 ഫെബ്രുവരി 15 സ്റ്റീവ് ചെൻ, ചാഡ് ഹർലി, ജാവേദ് കരീം എന്നിവരാണ് യൂട്യൂബ് സ്ഥാപിച്ചത്. 2017 ഫെബ്രുവരി 15 ഇന്ത്യൻ ബഹിരാകാശ റോക്കറ്റ് PSLV-C-37 ഒറ്റപ്പറക്കലിൽ 104 ഉപഗ്രഹങ്ങൾ വിജയകരമായി വിക്ഷേപിച്ച് ചരിത്രം സൃഷ്ടിച്ചു. PC-399 ഫെബ്രുവരി 15 ഗ്രീക്ക് തത്വചിന്തകനായ സോക്രട്ടീസിനെ ഏഥൻസിൽ വെച്ച് യുവാക്കളുടെ മനസ്സിനെ ദുഷിപ്പിച്ചു എന്ന കുറ്റത്തിന് വധശിക്ഷയ്ക്ക് വിധിച്ചു. ഗൂഗിൾ ഉടമസ്ഥതയിലുള്ള ഇന്റർനെറ്റ് വീഡിയോ ഷെയറിംഗ് വെബ്സൈറ്റായ യൂട്യൂബ് പ്രവർത്തനം ആരംഭിച്ചത് 2005 ഫെബ്രുവരി 15 സ്റ്റീവ് ചെൻ, ചാഡ് ഹർലി, ജാവേദ് കരീം എന്നിവരാണ് യൂട്യൂബ് സ്ഥാപിച്ചത്. 2017 ഫെബ്രുവരി 15 ഇന്ത്യൻ ബഹിരാകാശ റോക്കറ്റ് PSLV-C-37 ഒറ്റപ്പറക്കലിൽ 104 ഉപഗ്രഹങ്ങൾ വിജയകരമായി വിക്ഷേപിച്ച് ചരിത്രം സൃഷ്ടിച്ചു. PC-399 ഫെബ്രുവരി 15 ഗ്രീക്ക് തത്വചിന്തകനായ സോക്രട്ടീസിനെ ഏഥൻസിൽ വെച്ച് യുവാക്കളുടെ മനസ്സിനെ ദുഷിപ്പിച്ചു എന്ന കുറ്റത്തിന് വധശിക്ഷയ്ക്ക് വിധിച്ചു. ഫെബ്രുവരി 16 ഇന്ത്യൻ സിനിമയുടെ പിതാവായി കണക്കാക്കപ്പെടുന്ന പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവും സംവിധായകനും തിരക്കഥാകൃത്തുമായ ദാദാ സാഹിബ് ഫാൽക്കെ അന്തരിച്ചത് 1944 ഫെബ്രുവരി 16 ഫാൽക്കെയുടെ 100ാം ജന്മദിനത്തിലാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ഏർപ്പെടുത്തിയത്. ആജീവനാന്ത സംഭാവനകൾക്കായി കേന്ദ്ര സർക്കാർ നൽകുന്ന ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. ഫിഡൽ കാസ്ട്രോ ക്യൂബയുടെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് 1959 ഫെബ്രുവരി 16
1976 വരെ പ്രധാനമന്ത്രി പദത്തിലിരുന്ന ശേഷം അദ്ദേഹം ക്യൂബൻ പ്രസിഡന്റായി. ഫെബ്രുവരി 17 1922 ഫെബ്രുവരി 17 പുലർച്ചെ കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ വെച്ച് ആലി മുസ്ലിയാരെയും 12 അനുയായികളെയും തൂക്കിലേറ്റി. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കേരളത്തിലെ മലബാർ കേന്ദ്രമാക്കി അരങ്ങേറിയ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന്റെ നേതൃനിരയിൽ ഉണ്ടായിരുന്ന പ്രമുഖ ഖാദിരിയ സൂഫിയും ഇസ്ലാമിക പണ്ഡിതനുമായിരുന്നു ആലി മുസ്ലിയാർ. വില്യം ബോയിങ്ങും ആൽബർട്ട് അബാർഡും ചേർന്ന് ലോകത്തിലെ ആദ്യത്തെ വിമാന നിർമ്മാണ കമ്പനി സ്ഥാപിച്ചത് 1927 ഫെബ്രുവരി 17 ഫെബ്രുവരി 18 ഫെബ്രുവരി 20 ലോക സാമൂഹ്യ നീതി ദിനം. 2007 ഐക്യരാഷ്ട്രസഭ ഫെബ്രുവരി 20 സാമൂഹ്യ നീതി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനും സമാധാനം നിലനിർത്താനും സാമൂഹ്യ അസമത്വങ്ങൾക്കെതിരെ പോരാടാനുമാണ് ഐക്യരാഷ്ട്രസഭ ഈ ദിനാചരണത്തിലൂടെ ആഹ്വാനം ചെയ്തത്. ഇന്ത്യക്ക് അധികാരം കൈമാറുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് അറ്റ്ലിയുടെ പ്രഖ്യാപനം ഉണ്ടായത് 1947 ഫെബ്രുവരി 20 തുടർന്ന് മൗണ്ട് ബാറ്റനെ ഇന്ത്യയിൽ അവസാനത്തെ വൈസ്രോയിയായി നിയമിച്ചു. 1938 ഫെബ്രുവരി 20 KSRTCയുടെ മുൻഗാമിയായ തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഉദ്ഘാടന ഓട്ടം നടത്തിയത്.